ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. പ്രിയങ്ക വീണ്ടും നായികയാകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രൊഡ്യൂസർ കണിമംഗലത്തേക്ക് വന്ന് അഡ്വാൻസ് കൊടുക്കുന്നു. ഈ സമയം മുത്തശ്ശി മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. പതിവില്ലാതെ അവിടെ ഒരു കാറ് കിടക്കുന്നതായി കാണുന്നു. അങ്ങനെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്ന് നോക്കുന്നുണ്ട്. വീട്ടിലെ ആരും തന്നെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തിരുത്തി പ്രിയങ്ക അവരോട് സംസാരിക്കുന്നത്. കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം അവർ പോകാൻ ഇറങ്ങി. അവർ കാറിലേക്ക് വന്ന് കയറുന്നതും പ്രിയങ്ക അവരെ യാത്രയാക്കുന്നതും മാത്രമാണ് മുത്തശ്ശി കാണുന്നത്. പ്രിയങ്കയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആരാണതെന്ന്. പെട്ടെന്ന് ക്യാഷ് പിന്നിൽ ഒളിപ്പിച്ച് പിടിക്കുകയാണ് പ്രിയങ്ക. ആരാത് എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു, അത് ഒരു സിനിമയുടെ പ്രൊഡ്യൂസറാണ്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വന്നതാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ എനിക്ക് സിനിമയേക്കാൾ താല്പര്യം കുടുംബജീവിതമാണെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു. അതുകൊണ്ട് അവര് തിരിച്ചു പോയതെന്നും പ്രിയങ്ക പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞ് പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നുണ്ട്. മുത്തശ്ശി പ്രിയങ്കയെ നോക്കുകയും ചെയ്യുന്നു. പടത്തിൽ അഭിനയിക്കില്ല എന്ന് പറയുന്നതിന് ചെക്ക് കൊടുക്കുവോ? അത് കൊള്ളാലോ. ഇതിൽ എന്തോ ഉണ്ട്, കണ്ടുപിടിക്കാമെന്ന് മുത്തശ്ശി വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വീണ്ടും ആശ്രമത്തിൽ. അവിടുത്തെ ആ സ്വാമിനിയും മറ്റൊരാളും അവിടേക്ക് വന്ന ആ സ്വാമിജിയോട് പറയുന്നു, കഴിഞ്ഞ ദിവസം പ്ലംബിംഗ് ജോലിക്കായി ഒരാളെ ഇവിടെ നിയമിച്ചല്ലോ. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ അയാളെ കാണാനില്ലെന്ന് പറയുന്നുണ്ട്. എല്ലായിടത്തും അന്വേഷിച്ചു, അയാളെ പോയി കാണുമെന്നാ തോന്നുന്നത്. ഇരിക്കട്ടെ, സ്വാമിജി പറയുന്നു, ഈ വരവിന് പിന്നിലും വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് അറിയില്ലല്ലോ. പലതരത്തിലുള്ള ആൾക്കാരുള്ളതല്ലേ. അയാളുടെ തിരിച്ചറിയൽ രേഖ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ, ഉണ്ട് സ്വാമിജി, പോലീസിൽ അറിയിക്കണോ എന്ന് സ്വാമിനി ചോദിക്കുന്നുണ്ട്. വരട്ടെ, പോലീസ് അന്വേഷണം ചിലപ്പോൾ ആവശ്യമില്ലാത്ത വഴിക്ക് നീങ്ങും. ആളുകൾ സമാധാനം തേടി വരുന്ന സ്ഥലത്ത് പോലീസ് എത്താതിരിക്കുന്നതും ഒരു കണക്കിന് നല്ലതാണ്. ആദ്യം ഒരു കാര്യം ചെയ്യാം, അയാളുടെ ഡീറ്റെയിൽസ് ശ്യാമ മേഡത്തിന് മെയിൽ ചെയ്യാം. അത് കഴിഞ്ഞ് തുടർ നടപടികൾ എന്താണ് വേണ്ടത് എന്ന് ശ്യാമ തീരുമാനിക്കട്ടെ, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞവരെ പറഞ്ഞു വിട്ടു. ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ അല്ലെ എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ അവർ പറയുന്നു, ഇല്ല സ്വാമിജി, ആശ്രമാന്തരീക്ഷം എപ്പോഴും സമാധാനമുള്ളതായിരിക്കണമെന്ന് എപ്പോഴും ശ്യാമയ്ക്ക് നിർബന്ധമുണ്ട്. ഈ ആശ്രമം ശ്യാമയുടെ ചിന്തയാണല്ലോ. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാമെന്ന് പറയുന്നു. ശേഷം ഹോസ്പിറ്റലിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് യശോദ. സങ്കടത്തോടെ രാധികയും അരികിലുണ്ട്. യശോദയെ സമാധാനിപ്പിക്കുകയാണ് ശ്യാമ. ഇനി എന്തിനാ ഇങ്ങനെ കരയുന്നത്? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നു. ഒരു പുച്ഛഭാവത്തോടെ അവിടെ ഇരിക്കുകയാണ് സുകുമാരി. തൊട്ടരികിൽ വരുണുമുണ്ട്. പറഞ്ഞു, എന്നാലും ദേവേട്ടിനെ ഒന്ന് കണ്ടാലേ എനിക്ക് സമാധാനം കിട്ടോ എന്ന് കരഞ്ഞുകൊണ്ട് യശോദ പറയുന്നു. അതിനെ നമുക്ക് മാർഗം ഉണ്ടാക്കാം വരുൺ. ഈ നേരം വരെ ഇവരാരും ഒന്നും കഴിച്ചിട്ടില്ല. ഇവർക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. മോളെ, എനിക്ക് ഉടൻ തന്നെ തിരിച്ചു പോകണം. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും ഡോക്ടറെ കണ്ടാൽ മതി. ഇന്നത്തെ ദിവസം മുഴുവനും ഇവിടെ ഉണ്ടാകുമെന്നും ശ്യാമ രാധികയോട് പറയുന്നു. ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി. എന്താണ് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് ശ്യാമ ഡോക്ടറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, തൽക്കാലം ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, കുടുംബപരമായ പ്രശ്നങ്ങളോ വ്യക്തിപരമായ പ്രശ്നങ്ങളോ ഇനി അദ്ദേഹത്തിന്റെ മുന്നിൽ എത്തരുത്. അത് അദ്ദേഹത്തിന് ആപത്തുണ്ടാക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും 2 പേർക്ക് അദ്ദേഹത്തിനെ കയറി കാണാമെന്ന് പറയുമ്പോൾ ധൃതിയോടെ മാറ് എന്ന് പറഞ്ഞ് മുത്തശ്ശി അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. എന്നാൽ നിങ്ങൾ കയറണ്ട എന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ മുത്തശ്ശി സുകുമാരിയെ തടയുകയാണ്. അതെന്താ ഞാൻ കയറിയാലേ എന്നെ ദേഷ്യത്തോടെ സുകുമാരി അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, തൽക്കാലം ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ മതി. നിങ്ങൾ കയറി കണ്ടോളൂ എന്ന് യശോദയോടും രാധികയോടും പറയുന്നു. ദേഷ്യത്തോടെ സുകുമാരി അവിടെ പോയി ഇരിക്കുമ്പോൾ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ പ്രസാദം എടുക്കുകയാണ് രാധിക. പ്രസാദം തൊട്ടുകൊടുക്കുന്നതിൽ കുഴപ്പമുണ്ടോ എന്ന് രാധിക ചോദിക്കുന്നുണ്ട് ഡോക്ടറോട്. അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമല്ലേ, ആയിക്കോട്ടെ എന്ന് ഡോക്ടർ പറയുമ്പോൾ രാധികയും യശോദയും അകത്തേക്ക് കയറി അച്ഛനെ കാണാനായി പോകുന്നുണ്ട്. അവർ തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് ഞാൻ പോകുമെന്ന് ഡോക്ടറോട് ശ്യാമ പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വരുണിനോട് പറഞ്ഞാൽ മതിയെന്നും പറയുന്നു. ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ തന്ത്രിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് യശോദയും രാധികയും. അതെ, വിളിക്കാൻ ശ്രമിക്കരുത്, ഒന്ന് അടുത്തു നിന്ന് കാണുക, പുറത്തിറങ്ങുക എന്ന് സിസ്റ്റർ പ്രത്യേകം പറയുന്നുണ്ട് യശോദയോട്. അവിടെ നിന്ന് കരയുകയാണ് യശോദ. രാധിക അച്ഛനെ പ്രസാദം തൊട്ടുകൊടുത്തു. യശോദ ഭർത്താവിനെ കണ്ട് സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് കരയുമ്പോൾ രാധിക യശോദയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പുറത്തിരിക്കുകയാണ് സുകുമാരി. അരികിൽ വരുണുമുണ്ട്, പിന്നെ ശ്യാമയും. വരുൺ, ഇവിടെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത സ്ത്രീയാണ്. അവരെ ഒന്ന് സൂക്ഷിക്കണം. അവര് ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല മേഡം, അത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വരുൺ പറയുന്നു. ഈ സമയം യശോദയും രാധികയും പുറത്തേക്ക് വരുന്നുണ്ട്. മോളെ, അച്ഛനെ കണ്ടോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു, കണ്ടു, അച്ഛൻ ഉണർന്നിട്ടില്ല, അതിന് സമയമെടുക്കും. ഇനി എന്തെങ്കിലും കഴിച്ച് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കാൻ നോക്ക്. ശ്യാമയോട് യശോദ പറയുന്നുണ്ട്, മേഡം ഒരുപാട് നന്ദിയുണ്ട്.
മേഡം വിളിച്ച് കാര്യങ്ങൾ ശരിയാക്കിയത് കൊണ്ടാണ് ദേവേട്ടന്റെ ചികിത്സ ഇത്രയും നന്നായിട്ട് നടന്നത്. അപ്പോഴും പുച്ഛഭാവത്തോടെ ഇരിക്കുകയാണ് സുകുമാരി. എന്നോട് നന്ദി പറയേണ്ട കാര്യമില്ല. ഇവളെ എടുത്ത് വളർത്തി ഇത്രയും ഉപകാരം ചെയ്ത മനുഷ്യന് എത്രയ്ക്ക് ഉപകാരം ചെയ്താലും മതിയാകില്ലെന്ന് പറയുന്നുണ്ട്. ദൈവങ്ങളെ പോലെ എന്നും ഞാൻ കാൽക്കൽ കുമ്പിടുന്ന ഒരാളാണ് ദേവനാരായണൻ തിരുമേനി. ശരി, ഇനി ഞാൻ വൈകുന്നില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ. അമ്മ കരഞ്ഞാൽ മോൾ ആശ്വസിപ്പിക്കണം, അല്ലാതെ കൂടെ ഇരുന്ന് കരയാൻ പാടില്ല എന്നൊക്കെ ശ്യാമ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരുണനോടും യാത്ര പറയുന്നു. സുകുമാരിയുടെ അരികിലേക്ക് വന്ന് ശ്യാമ പറയുന്നു, ഞാൻ എന്നാ ഇറങ്ങിക്കോട്ടെ എന്ന്. എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ വന്ന് കയറിയത്, അപ്പോൾ എന്നോട് ചോദിക്കാൻ വേണ്ട ഇറങ്ങിപ്പോകുമ്പോൾ. ഇരിക്കട്ടെ, ശ്യാമ പറയുന്നു. ഈ പ്രായത്തിൽ ഇനി നന്നാവണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പ്രായത്തിൽ നന്നായ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അകത്ത് സുഖമില്ലാതെ കിടക്കുന്ന സ്വന്തം മകനോടില്ല, പുറത്ത് അവർക്ക് കാവലിൽ നിൽക്കുന്ന അയാളുടെ ഭാര്യയോടില്ല. രാധികയെ ഒരിക്കലും നിങ്ങൾ സ്നേഹിച്ചതായി ഞാൻ കേട്ടിട്ടുമില്ല. നിങ്ങൾക്ക് നിങ്ങളോടെങ്കിലും കുറച്ച് സ്നേഹമുണ്ടോ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ സുകുമാരി പറയുന്നു, ഇല്ല. ഇപ്പൊ പൊയ്ക്കോ, ഉപദേശിക്കാൻ വന്നിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ശ്യാമ അവിടെ നിന്ന് പോകുന്നുണ്ട്. അസുഖം മാറി അച്ഛൻ വരട്ടെ, എന്നിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം അച്ഛൻ നടത്തി തരും എന്ന് യശോദ പറയുന്നുണ്ട് വരുണിനോടും രാധികയോടും. ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആ കുഴപ്പമാണ്, പക്ഷേ നിങ്ങൾക്ക് കല്യാണ നിശ്ചയവും കല്യാണവും ഒക്കെ നടത്താം, ഒരു കുഴപ്പമില്ല എന്ന് സുകുമാരി പറയുന്നുണ്ട്. മനുഷ്യന്റെ ആരോഗ്യാവസ്ഥ ഇടയ്ക്ക് മാറുകയും മറിയുകയും ഒക്കെ ചെയ്യും. പക്ഷേ സൂത്രത്തിൽ അത് പറഞ്ഞ് ഇവരെ ചേർത്ത് നിർത്താമെന്ന് നീ വ്യാമോഹിക്കില്ലേ യശോദേ എനിക്ക് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, മുത്തശ്ശി ഒന്ന് വന്നേ, എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. രഹസ്യമോ എന്ന് ചോദിക്കുന്നു. മുത്തശ്ശി വാ എന്ന് പറഞ്ഞ് സുകുമാരിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ നീ കൈവിടെന്ന് പറഞ്ഞ് തട്ടി മാറ്റുകയാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയുന്നു. നമ്മുടെ മുത്തശ്ശിയല്ലേ, ഞാൻ നന്നായി നോക്കിക്കോളാം എന്ന് രാധികയോട് പറഞ്ഞ് മുത്തശ്ശിയും കൊണ്ട് വരുൺ പോകുന്നു. അമ്മ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, നമുക്കല്ലേ വിലക്കുള്ളൂ, വരുണിന് വിലക്കില്ലല്ലോ എന്ന് രാധിക പറയുന്നുണ്ട് യശോദയോട്. അല്പം മാറ്റി നിർത്തി സംസാരിക്കുകയാണ് അവർ. എന്താണ് നിനക്ക് എന്നോട് പറയാനുള്ളത് എന്ന് സുകുമാരി ചോദിക്കുന്നുണ്ട്. തിരക്ക് പിടിക്കാതെ, എനിക്കല്ല എന്റെ മുത്തശ്ശിക്കാണ് പറയാനുള്ളത് എന്ന് വരുൺ പറഞ്ഞിട്ട് മുത്തശ്ശിയെ ഫോൺ ചെയ്യുന്നു. മുത്തശ്ശി, അച്ഛൻ എന്നെ വിളിച്ചത് എന്നെയും രാധികയും ഒരുമിച്ച് ചേർക്കണമെന്ന് പറയാനാണ്. പക്ഷെ അപ്പോഴേക്കും മാറ്റോശ്ശേരിയിലെ മുത്തശ്ശി വന്ന് തടസ്സം നിന്നു. അതോടെ അദ്ദേഹം തളർന്നു പോയി എന്നൊക്കെ വരുൺ പറയുമ്പോൾ എന്ന് ടെൻഷനോട് ചോദിക്കുകയാണ് മുത്തശ്ശി. പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഈശ്വര എന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശി. ഇപ്പോ കുഴപ്പമില്ലെന്ന് വരുൺ, നീ അവിടെ തന്നെ ഉണ്ടാകണം, ആരുമില്ലാത്തതാണ് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്. മുത്തശ്ശി, ആറ്റോശ്ശേരിയിലെ മുത്തശ്ശി ഇപ്പോഴും നല്ല കടം പിടുത്തത്തിലാണ്. മുത്തശ്ശിക്ക് പ്രായം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്നും ബഹുമാനമില്ലാതെ പറയുന്നത് അത്ര ശരിയല്ലല്ലോ. ഞാനൊന്ന് ഫോൺ കൊടുക്കാം, മുത്തശ്ശി പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. എന്നിട്ട് വരുൺ സുകുമാരിയോട് പറയുന്നു, മുത്തശ്ശിക്ക് എന്തോ പറയാനുണ്ടെന്ന്. എനിക്ക് വേണ്ട, എനിക്കാരോടും സംസാരിക്കാനില്ല എന്ന് സുകുമാരി പറയുന്നുണ്ട്. എന്റെ മുത്തശ്ശിയോട് സംസാരിക്കാൻ നല്ല പേടിയുണ്ടല്ലേ? അപ്പോ വെറും വീരവാദം മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കണക്കായി എന്ന് വരുൺ പറയുന്നുണ്ട്. ഞാനെതിരെ അവരെ പേടിക്കുന്നത്, ഫോണിങ്ങതാ എന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങി ഫോണിൽ സംസാരിക്കുകയാണ് സുകുമാരി മുത്തശ്ശിയോട്. എന്താ സുകുമാരി അമ്മയെ, സുഖമാണോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ സുകുമാരി പറയുന്നു, നിങ്ങളെ പോലെയുള്ളവരുണ്ടാക്കുന്ന അസ്വസ്ഥതയുള്ളൂ സുകുമാരി അമ്മയെ. നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായക്കാരാണ്. ഈ ആളുകളെ തമ്മിലടുപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവനാമം വിളിച്ച് മര്യാദയ്ക്കിരിക്കുന്നതാണ്. പിന്നെ സുകുമാരി അമ്മയുടെ കൺമുന്നിൽ നടന്ന കാര്യങ്ങൾ സുകുമാരി അമ്മ മറന്നു പോയിട്ടില്ലല്ലോ. പിള്ളേരെ പരസ്പരം സ്നേഹിച്ചിരുന്നിടത്ത് നിന്ന് അവരുടെ ജീവിതം തട്ടിപ്പറിച്ചത് സുകുമാരിയമ്മയ്ക്കും പങ്കുണ്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് തെറ്റിത്തിരുത്തി കുട്ടികളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്ക്. ഇത് കേട്ട് അവർ ചോദിക്കുന്നുണ്ട്. സുകുമാരി ചോദിക്കുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന്. അടിച്ചതിന്റെ കാരണം ഞാൻ പൊളിക്കും. സുകുമാരിയമ്മ എന്താ കരുതിയിരിക്കുന്നത്? ഈ ദേഷ്യം വരാനും കലിതുള്ളാനും നിങ്ങൾക്ക് മാത്രമേ അറിയാവുന്നതാണോ? പ്രായത്തിന് ഒരു പക്വതയുണ്ടല്ലോ, അത് കാണിക്കണമല്ലോ എനിക്ക് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുകുമാരി. എന്താ കണക്കിന് കിട്ടിയോ എന്ന് വരുണ ഇടയ്ക്ക് സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് സുകുമാരിയോട്. ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. ഇനി രാധികയോ വരുണിനോ ദ്രോഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ നാവി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ സുകുമാരി അമ്മയുടെ പവല് വെപ്പുവല്ലോ എന്നോ എനിക്കറിയില്ല, പക്ഷേ ശരിക്കുള്ളതാണെങ്കിൽ അടിച്ചു കൊഴിച്ച് ഞാൻ താഴെയിടും. ഇനി സുകുമാരിയമ്മ അവരെ ബുദ്ധിമുട്ടിക്കില്ലല്ലോ? ബുദ്ധിമുട്ടിക്കോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് സുകുമാരി. ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇനി ഒന്നുകൂടി കൊടുക്കണം. എന്റെ കുട്ടികളുടെ നേരെ വന്ന സുകുമാരിയെ കൊടുത്തിരിക്കും ഞാൻ. ഫോൺ വെച്ചതിന് ശേഷം വരുൺ സുകുമാരിയോട് പറയുന്നു, എന്റെ മുത്തശ്ശിക്ക് ദാനധർമ്മങ്ങൾ ഒരുപാട് ഇഷ്ടമാണ്. എന്തെങ്കിലും കിട്ടിയാൽ അതിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. എന്താ മുത്തശ്ശിക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ഞാനും അതേ രക്തത്തിലെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കി വെക്കില്ല. രാധിക ഇനി ദ്രോഹിക്കരുത്. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് വാർണിംഗ് ആണെന്നും പറയുന്നു. പോടാ എന്ന് പറഞ്ഞ് സുകുമാരി പോകുമ്പോൾ പുഞ്ചിരിയോട് നിൽക്കുകയാണ് വരുൺ. തുടർന്ന് അമൃതയെ ആ സ്വാമിജി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ശ്യാമയോട് ഉടൻ പറയാമെന്നും അമൃത പറയുന്നു. അങ്ങനെ ശ്യാമയോട് അമൃത പറയുന്നുണ്ട്,
ആശ്രമത്തിൽ നിന്ന് വിളിച്ചിരുന്നു. അവിടെ പുതുതായിട്ടൊരു പ്ലംബറെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരുന്നു എന്ന്, അവരെ രാവിലെ മുതൽ കാണാനില്ല എന്ന്. അയാളെക്കുറിച്ച് ചില സംശയങ്ങളുണ്ടെന്നാണ് സ്വാമിജി പറഞ്ഞത്. എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി അവിടെ വന്നതാണോ എന്നറിയില്ലല്ലോ. അയാളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും സ്വാമി മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്യാമയെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ലാപ്ടോപ്പ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ അമൃത ലാപ്ടോപ്പ് എടുക്കാനായി പോകുന്നു. ആരാണെന്ന് ആലോചിക്കുകയാണ് ശ്യാമ. ഒരിക്കലും അത് വരുണാണെന്ന് വിശ്വസിക്കുന്നത് പോലും ഇല്ലായിരുന്നു. മനസ്സിൽ പോലും ചിന്തിച്ചില്ലായിരുന്നു. ഈ ആശ്രമത്തിൽ എന്ത് ദുരുദ്ദേശത്തോടെ ചെല്ലാനാണ് എന്ന് ശ്യാമ അമൃതയോട് ചോദിക്കുമ്പോൾ അമൃത പറയുന്നു, പറയാൻ കഴിയില്ല ശ്യാമേ. ആളുകളുടെ മാനസികാവസ്ഥ നമുക്കറിയില്ലല്ലോ. മെയില് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അമൃത ആ മെയില് ചെക്ക് ചെയ്യുന്നുണ്ട്. വരുണിന്റെ ഫോട്ടോയാണ് അതിൽ കാണുന്നത്. അതിശയത്തോടെയാണ് അവർ നോക്കുന്നത്. ഇത് വരുണല്ലേ? അപ്പോൾ ആശ്രമത്തിലെ പ്ലംബിംഗ് ജോലിക്ക് വന്ന ആളാണ് എന്നല്ലേ പറഞ്ഞത്? പിന്നെങ്ങനെയാ വരുണിന്റെ ഫോട്ടോ അയക്കുന്നത് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അമൃത പറയുന്നു, ഞാൻ ചോദിക്കട്ടെ എന്ന്. അങ്ങനെ വീണ്ടും സ്വാമിജിയെ വിളിച്ച് ചോദിക്കുകയാണ് അമൃത. സംശയത്തോടെ ഇരിക്കുകയാണ് ശ്യാമയും. ഹലോ സ്വാമി, ഈ ഫോട്ടോ അയച്ച ആള് തന്നെയാണോ അവിടെ ഉണ്ടായിരുന്നത് എന്ന് അമൃത ചോദിക്കുന്നു. അതെ എന്ന് അദ്ദേഹം പറയുകയും പിന്നീട് തന്നെ ഞാൻ വിളിക്കാമെന്ന് അമൃത പറയുകയും ഫോൺ വെക്കുകയും ചെയ്യുന്നു. ആള് തന്നെയായിരുന്നു എന്നാ പറഞ്ഞത് എന്ന് അമൃത പറയുമ്പോൾ ശ്യാമ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അപ്പോൾ വരുൺ പ്ലംബറിന്റെ വേഷം മാറി അവിടെ ഉണ്ടായിരുന്നു. വരുൺ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാധികയെ കാണാൻ വേണ്ടി തന്നെയാണ്. ആശ്രമത്തിൽ പോകണം, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടണം എന്നൊക്കെ രാധികമോള് നമ്മളോട് പറഞ്ഞതോ? ശ്യാമ പറയുന്നു, ഇത് തെറ്റല്ലേ എടുത്തി? പരിഭാവനമായി നമ്മളെല്ലാം കാണുന്ന ആശ്രമത്തിൽ അവർ ഇങ്ങനെയൊക്കെ? രാധികമോളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയില്ല. വരുൺ അവിടെ വരുമെന്ന് രാധികയ്ക്ക് അറിയാമായിരുന്നെങ്കിൽ അവൾ എന്നോട് കള്ളം പറഞ്ഞത് എന്തിനാ? അപ്പോൾ അവളെന്നെ പറ്റിക്കുമായിരുന്നല്ലോ. നമുക്ക് രാധികയോട് ചോദിക്കാമെന്ന് അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു, വേണ്ട എടുത്തി, എൻ്റെ മോളെ പൂർണ്ണമായിട്ട് അറിയാമെന്ന് വിചാരിച്ച എനിക്കാണ് തെറ്റുപറ്റിയത്. വിഡ്ഢിയാക്കപ്പെട്ടില്ലേ ഞാൻ? കബളിപ്പിക്കപ്പെട്ടില്ലേ ഞാൻ? ഒന്ന് ആലോചിച്ച് നോക്കി. ആശ്രമ ജീവിതത്തിൽ പോകരുത്, നിനക്കൊരു ജീവിതമുണ്ടെന്ന് അവളുടെ പിന്നാലെ നടന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നിട്ടും ആശ്രമത്തിൽ പോയിട്ട് ഇതെനിക്ക് ആലോചിക്കാനേ വയ്യ. വല്ലാണ്ട് ടെൻഷനായി പോവുകയാണിപ്പോൾ ശ്യാമ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.